പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്നേ ദിവസം നമ്മൾ രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഈ ആരാധന സമർപ്പിക്കുകയാണ്. പിതാവ് തന്നെ തൻ്റെ പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ ഈ ആരാധനയിലൂടെ എല്ലാവർക്കും സൗഖ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ ഇറങ്ങി വസിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ നിമിഷവും ഞങ്ങൾ അറിയുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, 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 ഈശോയെ. ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കഴുകപ്പെടുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് സങ്കീർത്തകനോടൊപ്പം സങ്കീർത്തനം 51 ചൊല്ലി ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്കു മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടം തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയുകയും അരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും. പാപികൾ അങ്ങിലേക്ക് പിന്തിരിയും. ദൈവമേ, രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന്
എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ അവർ കാളകളിൽ സമർപ്പിക്കും. ഈശോയെ, 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 രോഗികളായിട്ടുള്ള എല്ലാ മക്കളുടെയും മേലും അങ്ങയുടെ വലം കൈ നീട്ടണമേ. അവരെ സുഖപ്പെടുത്തണമേ, അവരെ സുഖപ്പെടുത്തണമേ. ഈശോയെ, ഈശോയെ, ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് 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 നൽകണമേ. 30-ാം സങ്കീർത്തനം 2-ാം വാക്യം. സങ്കീർത്തകനിലൂടെ കർത്താവ് അരുൾ ചെയ്യുന്നു: എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടെ എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് കോവിഡിൻ്റെയും എയ്ഡ്സിൻ്റെയും HIV-യുടെയും ക്യാൻസറിൻ്റെയും രോഗബാധിതയിൽ നിന്ന് ലോകം മുഴുവനെയും അതിന് വിധേയപ്പെട്ടിരിക്കുന്ന, അതനുഭവിക്കുന്ന വ്യക്തികളെ സുഖപ്പെടുത്തണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. കർത്താവേ, മരുന്നോ ലേപനങ്ങളോ ഔഷധങ്ങളോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തുന്നതെന്ന്. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം അങ്ങ് സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം അങ്ങ് സുഖപ്പെടുത്തണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമിയ പ്രവാചകനോടൊപ്പം നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറയാം: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. വൈകുന്നേരമായപ്പോൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയും എല്ലാവിധ വ്യാധികൾ അനുഭവിക്കുന്നവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈകൾ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. ഓരോരുത്തരുടെയും മേൽ കൈകൾ വെച്ച് അവർ അവനെ സുഖപ്പെടുത്തി. ഓരോരുത്തരുടെയും മേൽ കൈകൾ വെച്ച് അവർ അവനെ സുഖപ്പെടുത്തി. ഈശോ നിമിഷം നമ്മൾ ഓരോരുത്തരെയും സുഖപ്പെടുത്തുന്നു. നമ്മുടെ
വ്യാധികളെയും മാറാരോഗങ്ങളെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും അസ്വസ്ഥതകളെയും സുഖപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. 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 പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം വാക്യം. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. സങ്കീർത്തനം 103-ാം അധ്യായം 20-ാം വാക്യം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ്റെ പാപങ്ങൾ എല്ലാം മറന്ന് അവന് മാപ്പ് കൊടുക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് ലഭിക്കും. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. 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 ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും 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 സുഖപ്പെടുത്തണമേ. 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 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. കർത്താവായ ഈശോയെ, ഈ ധ്യാനത്തിൽ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് തൻ്റെ കിടക്കയും എടുത്ത് അവരെല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 25-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. സുഭാഷിതങ്ങൾ 4:20-22, മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് ജീവനും അവൻ്റെ ശരീരത്തിന് അത് ഔഷധവുമാണ്. മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക, അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ ബുദ്ധികളെ, ഞങ്ങളുടെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം വാക്യം, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കർത്താവിൻ്റെ വചനങ്ങൾ ശക്തമാണ്. അശക്തമായ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മളുടെ എല്ലാ രോഗാവസ്ഥകളെയും അതിൽ നിന്ന് സമ്പൂർണ്ണ വിമോചനം ലഭിക്കാനായിട്ട് എല്ലാ പാപാവസ്ഥകളെയും ഒരിക്കൽ കൂടി ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാനായിട്ട്, പരിശുദ്ധ കുർബാനയാൽ കഴുകപ്പെടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സങ്കീർത്തനം 91 3 പ്രാവശ്യം നമ്മൾ ഏറ്റുചൊല്ലുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും
പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിലുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനോ കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിൻ്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയെ, അങ്ങയുടെ വലം കൈ നീട്ടണമേ, സുഖപ്പെടുത്തണമേ, സൗഖ്യം നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ.
ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും അവരുടെ മനസ്സിന്, ശരീരത്തിന്, ബുദ്ധിക്ക്, ആത്മാവിന് സൗഖ്യം നൽകണമേ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഈ നിമിഷം അവർ അനുഭവിക്കാനുള്ള വരം നൽകണമേ. ഈശോയെ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഞങ്ങളെ സുഖമാക്കണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, 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 ഞങ്ങളെ സുഖമാക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഈശോയെ,